സ്വാമി സ്വാമി ആരാ എന്താ അല്ല പറ്റി ചോഴി കവടി അതൊക്കെ വെച്ച് നിരത്തി നോക്കണ്ടേ? ഓ അതാ ഞാനും ആലോചിച്ച് എന്തോ ഒന്നും മറന്നു പോയതുപോലെ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടെ? എന്തുവാ ഈ പറയുന്നേ? 3 തലമുറയിൽപ്പെട്ട ജ്യോതിഷ ഫാമിലിയിൽ ജനിച്ചവനായി ഞാൻ. പിന്നെ ഇടയ്ക്ക് ഓർമ്മ പോകും, അങ്ങനെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഓർമ്മ പോകുന്നു. എന്റെ അടുത്ത് വരുമൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ എന്റെ കർത്താവ്. എന്തുവാ നമ്മുടെ പ്രശ്നം? ആദ്യം താൻ തന്നെ പ്രശ്നം നോക്ക. ഓർമ്മയില്ലാത്ത ജോലി സാലപുട്ട ഗോലി മാറുന്നു. ഷേടാ, കഴുത്തില് തുണിയും കെട്ടി ഇറങ്ങിയിരിക്കുക. ന്യൂ ജനറേഷൻ ആണ് പോലും. സത്യക്രിസ്ത്യാനിയായിട്ട് കണ്ട ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദിയുടെയും പുറകെ നടക്കുന്നു. കഷ്ടമാണ് പട്ടാളക്കാരാ. അവിടെ നിന്ന് ഒരു ഉഗ്രം പ്ലാനുമായിട്ടാ ഞാൻ. അതും പൊളിയും. നീ വല്ല പൊട്ടനോ ഭ്രാന്തനാവും. അവന്മാർ ആ സമയം കൊണ്ട് സ്കോർ ചെയ്തോണ്ടേയിരിക്കും. നീ പോയി പോയി പോയി. അതാണ് ഞാൻ അവന്മാര് പോയ വഴിക്ക് തന്നെ പോകുന്ന ഒരു പ്ലാൻ ഇട്ട്. അവരുടെ വഴി അവളിലേക്ക് എത്തിയേ. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടോ ഇല്ലയോ? കേട്ടു, ഏറ്റു. ഇതും അതുപോലെ തന്നെ കേൾക്കും. നിനക്ക് ഈ ബുള്ളറ്റിലൊക്കെ കാലെത്തും. പല വട്ടം ഈ സത്യം പറയാൻ എന്റെ നാവ് ധരിച്ചതാണ്. പക്ഷെ ഒരു മിലിറ്ററിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനെ നിലയ്ക്ക് നിർത്തി. നീ കാര്യം പറഞ്ഞ ഇയാളുടെ ഫ്ലോകളിൽ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചെന്റെ പെണ്ണിന്റെ ഓർമ്മ പോയി. എന്നെ വിവാഹം കഴിക്കാൻ കൊതിച്ച പെണ്ണിന്റെ ഓർമ്മ പോയി. അപ്പോഴും എന്റെ നാവ് ധരിച്ചു. ഞാൻ നിലയ്ക്ക് നിർത്തി. എവിടെ നിന്നോ 2 അലവലാദികൾ വന്ന് കഥകളൊക്കെ പറഞ്ഞു ഇവളുടെ മനസ്സിളക്കി മറിച്ചു. ഞാൻ ഔട്ടായി. അപ്പോഴും എനിക്ക് നാവ് ധരിച്ചു കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ നാവ് ധരിക്കുന്നെങ്കിൽ വല്ല മരുന്ന് കൊടുത്ത് കഴിക്കുക. ഞാനൊന്ന് പറയട്ടെ. അവര് കഥ പറഞ്ഞപ്പം ജിയ കേട്ടിരുന്നില്ലേ? എന്റെ ഈശോയെ, അപ്പോ ഇവളുടെ ഓർമ്മകളിൽ നിനക്കും ഒരു കഥ പറയാനുണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. എന്ത് കഥ? കണ്ടോ, മമ്മിക്ക് മനസ്സിലായി, എന്നിട്ടും ജിയക്ക് മനസ്സിലായില്ല. മോളെ, അവര് രണ്ടുപേരും പറഞ്ഞതിനേക്കാളും റൊമാൻറ്റിക് ആയ റിലേഷൻഷിപ്പ് രവിയുമായി നിനക്ക് ഉണ്ടായിരുന്നില്ലേ? രവി അതല്ലേ പറയാൻ വരുന്നത്? ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ. നെഞ്ചും വിരിച്ച് നിന്റെ ലവ് സ്റ്റോറി പറയൂ, കേക്കട്ടെ. അറ്റൻഷൻ. നിന്നോടല്ല, അവനോട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞതാ. ഇനി പറ. കഥ പറയാൻ ഒരിത്തിരി വഴി. അന്നൊരു ദിവസം, നല്ല മഴയുള്ളൊരു ദിവസം, അങ്കിളും ആൻറ്റിയും റൈഫിൾ ക്ലബിലെ പാർട്ടിക്ക് പോയ ദിവസം. ജിയെ കൂട്ടി പാർട്ടിക്ക് പോകാൻ അങ്കിൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നു. അന്ന് നല്ല തണുതണുത്ത് ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആ തണുത്ത കാറ്റിൽ ചെമ്പകത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. അതിനോടെ ബൊഗൈൻവില്ലല്ലേ ഉള്ളൂ? അതെ, ബൊഗൈൻവില്ല പൂത്ത മണം. അതിന് ബൊഗൈൻവില്ലയ്ക്ക് മണമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തലേന്ന് പോയി കുറച്ച് പെർഫ്യൂം അടിക്കാം. വേണ്ട, ഞാൻ അടിക്കാം. എന്നാ പിന്നെ ഞാൻ ഈ പറയുന്ന കേക്ക്. അതിൽ ലയിച്ചു മയങ്ങി ഞാൻ വീടിന്റെ ബെല്ലടിച്ചു. അല്ല, നീ വീടിന്റെ ബെല്ലടിച്ചു. ഇതെന്താ യക്ഷിക്കഥയോ? ഞാൻ പറയട്ടെ. ഞാൻ കേക്കട്ടെ. അവൻ പറയട്ടെ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. പറ മോനെ. ജിയ വാതിൽ അകത്ത് കയറിയിരിക്കും. ഞാൻ കുളിച്ചിട്ട് വരാം. അവൾ ഷവർ തുറന്നു പുസ്തകം വായിക്കുന്ന. ഷവർ തുറന്ന് പുസ്തകം വായിക്കുന്ന? ഡേ, ശ്രദ്ധിച്ചു കേൾക്ക്. അവൾ ഷവർ തുറന്നു പുസ്തകം വായിക്കുന്ന നിനക്ക് അതിന് കഴിയുന്നില്ല. നിന്റെ മനസ്സിൽ അവളാണ്. ഷവറാണ്. ഷവറിൽ കുളിക്കുന്ന അവളാണ്. അവൾ തേക്കുന്ന ലെഗ് സോപ്പിന്റെ മണമാണ്.
മലയ്ക്ക് നിനക്ക് കയറി ചെല്ലണമെന്നുണ്ട്. പക്ഷേ നോ, അവിടെ ഇരിക്കും. നിന്റെ പട്ടാളധർമ്മം അതിന് അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഉമിനീരിറങ്ങി നീ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് എന്താ? പാറ്റ പാറ്റ മേജറാണ്. അങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ജിയ ഒറ്റ ചവിട്ടിന് ആ പാറ്റയെ കൊന്നിട്ട് നീ തിരിയുമ്പോ നീ കണ്ട കാഴ്ച, അവളവിടെ ഷവറിൽ നനഞ്ഞ് അവൾ നിന്നെ തന്നെ നോക്കി നിൽപ്പാണ്. എന്ത് പറയണം ചെയ്യണമെന്നറിയാതെ കൈകൊണ്ട് മറയ്ക്കാൻ പോലും അവൾ മറന്നിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ പട്ടാളക്കാരന് ലീവ് കിട്ടിയ പോലെ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരറ്റത്തുനിന്ന് യുദ്ധത്തോട് യുദ്ധം. അത് സംഭവിച്ചു പോയെങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയി. അവളൊന്നുറക്ക കരയ്ക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചു. ചിരിക്കുന്നു. ഇവളെ ഞാൻ ഇക്കിളി കൂട്ടി എന്നാണോ ഇവള് കേട്ടത്? ഇതാണോ നിന്റെ പ്രണയകഥ? ഇല്ല, ഇത് ഏറ്റില്ല ആൻറ്റീസേ. അവന്റെ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെനിക്കറിയില്ല. എനിക്ക് ജിയയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം. സിമ്പിൾ. ഇങ്ങനെ ഡോക്ടർമാർ വിചാരിച്ചിട്ടും നീ ഇത്രയൊക്കെ പുറകെ നടന്നിട്ടും ഒരു വഴിയുണ്ട്. ഡൽഹിയിലെ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് പറഞ്ഞതാണ്, അന്നത്തെ ആക്സിഡൻറ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, ജിയയ്ക്ക് റിസ്ക് വരാത്ത രീതി. അവൾ ഒറ്റയ്ക്ക് പ്ലാന്റേഷൻ റോഡ് വഴി വരുന്ന ദിവസം നോക്കി അത് ചെയ്യണം. അന്ന് പോയ അതേ റൂട്ട്. അതൊക്കെ മച്ചു, പക്ഷേ ഈ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്കറിയില്ലല്ലോ. അതറിയില്ല, പക്ഷെ ആ റൂട്ടിൽ എവിടെയോ ആണ്. എൻ്റെ പ്ലാൻ, അവൾ ആ വഴി വരുമ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഹെയർ പിൻ അങ്ങോട്ടേക്ക് ഞാൻ ഹിൽ റോഡ് വഴി താഴേക്ക് ഫുൾ സ്പീഡിൽ പോകും. എൻ്റെ വണ്ടി അവളുടെ കാറിനെ ഹിറ്റ് ചെയ്തു എന്ന് വന്നതും ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവൾ സഡൻ ബ്രേക്ക്. ആ ഷോക്കിൽ എന്നെ കണ്ടതും അവളുടെ മെമ്മറി തിരിച്ചു വന്നേക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നീ 2 വളവുകൾ മുൻപ് റെഡിയായിട്ട് നിന്ന് എനിക്ക് സിഗ്നൽ തരണം. ഓക്കെ? അവള് വരുന്നുണ്ട്. ജിയാ തോ ജിയാ കൈസേ. ചേട്ടാ, ഞാൻ 3 മാസം ഗർഭിണിയാണ്. ചന്ദനമഴയിലെ ഈ റിംഗ് ടോൺ സ്വന്തമാക്കാൻ സ്റ്റാർ അമർത്തൂ. അതു പേടിപ്പിച്ചറിഞ്ഞു മനുഷ്യനാ. ഹലോ ആ മച്ചാ, അവള് 4ാമത്തെ ഹെയർ പിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ദിൽവാലെ ദുൽഹനിയെ ലേ ജായേംഗെ. ഓക്കെടാ, താങ്ക് യു. എന്തായി കാണിച്ചേ? ജിയയ്ക്കൊന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പാണ്ടിലോറി തലവയ്ക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴും ദൈവം വിട്ടത് കണ്ടു ജിയ എന്നെ തന്നെ. ജിയയ്ക്ക് അറിയില്ല ജിയ എനിക്ക് ആരാണ്. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു. ഏത് രാജുമോൻ? വീടിനടുത്തുള്ളൊരു പയ്യനാ, അങ്കിളുടെ പെണ്ണ്. സൈഡാക്കിയിട്ട് സൈസ് ആക്കുമോനെ. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടടാ നീ. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ സംഭവിക്കുക.